ഞാൻ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ 2000 തിരയൊക്കെ ചെയ്തോണ്ടിരുന്ന തിരയിലുള്ള ആ ആംഗ്രി യങ് മാൻ ഇല്ലേ, ഞാൻ ഭയങ്കര ആംഗ്രി യങ് മാൻ ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ ആംഗ്രി ഞാൻ ആ സമയത്ത് ഭയങ്കര ആംഗ്രി യങ് മാൻ എന്ന സമയത്ത് ഈ ബേസിൽ എന്ന് പറഞ്ഞ അവൻ എന്നെ കൊണ്ടുപോയി കുഞ്ഞിരാമായണം ചെയ്യിപ്പിച്ച് എന്നെ പൊട്ടനാക്കിയതോടുകൂടി എൻ്റെ ഇമേജ് മൊത്തം എന്നുവെച്ചാൽ അർജുൻ റെഡ്ഡി ആയിരുന്ന ഞാൻ ഇങ്ങനെ ഇരുന്ന ഞാൻ എന്നെ മറ്റേ പൊട്ടൻ ലാലു ആക്കി എന്നെ പുറത്തുള്ള ആൾക്കാർ പോലും ഞാൻ ആംഗ്രി കാണിച്ചാലും കോമഡി എന്ന് പറയുന്ന അവസ്ഥാനം വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ എന്നെ പൊട്ടനായി കളഞ്ഞു ഇവൻ. ഞാൻ ദേഷ്യപ്പെട്ട പോലും ആൾക്കാർക്ക് എന്ന് കാണിച്ചാൽ പോലും കോമഡി പറയുന്ന അവസ്ഥ. ഇപ്പൊ ഞാൻ ദേഷ്യപ്പെട്ടാൽ പോലും ലാലുവിന്റെ ദേഷ്യം പോലെ കാണുന്നുള്ളൂ. അങ്ങനെ ഒരു കാര്യമില്ല, എന്റെ ദേഷ്യം നേക്കൂല. കലിപ്പൊക്കെ കാണിക്കുമ്പോ ആൾക്കാർക്ക് ഇപ്പൊ ചിരിയാ. ഞാനതല്ല ഇപ്പൊ അടുത്ത് മറ്റേ പോലീസായിട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു കഴിഞ്ഞാ കോമഡി വലിയ പാടാ ഇമേജ് ബ്രേക്ക് ചെയ്ത് വരാൻ. പൊട്ടനാ ഇമേജ്. പക്ഷെ കുഴപ്പമില്ല, അവനും ആ പൊട്ടൻ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് പോലോ മരപ്പൊട്ടൻ ഇമേജ് അവന്. ജനമല്ലേ. പിന്നെ വേറെ കാര്യമുണ്ട്, അവന്റെ ആ ഇമേജ് മാത്രമല്ല, അവൻ ജീവിതത്തിലും അങ്ങനെയാ. എനിക്ക് ഇമേജ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ജീവിതം സീരിയസ് ആണ്. ചേട്ടൻ പൊതുവെ രാവിലെ പുറത്തിറങ്ങുകയും സിനിമയ്ക്ക് പോവുകയും കറങ്ങുകയും പരിപാടി. നമ്മൾ അതൊന്നും എല്ലാം നമ്മുടെ വീടിനകത്താണ് നമ്മുടെ ലോകം. അപ്പൊ എത്രയോ ദിവസങ്ങൾ ഞങ്ങൾ ഒരേ വീടിനകത്ത് ഒരുമിച്ചുണ്ടായിട്ട് പോലും കാണാത്ത മാസങ്ങളോളം നമ്മൾ കണ്ടിട്ട് പോലുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നുവെച്ചാൽ ഒരു വീട്ടിനകത്ത് താമസിച്ചിട്ട് ശരിക്കും സത്യമാണ് കേട്ടോ. ഇടയ്ക്ക് ഞാൻ രാവിലെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഉറക്ക തലേദിവസത്തെ ഒരു ഹാങ് ഓവറിൻ്റെയോ ഇതിൻ്റെയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ തലവേനയൊക്കെ എടുത്ത് എഴുന്നേറ്റ് പുറത്തോട്ട് വരുന്ന സമയത്ത് ഹലോ നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ 1 മാസമായിട്ട് അകത്തുണ്ട്. 1 മാസമൊക്കെ ആയിട്ട് ചിലപ്പോൾ അകത്തായിരിക്കും. ഞാൻ 1 മാസത്തോളമൊക്കെ 1 മാസം 2 മാസമൊക്കെ ഞാൻ 1 മാസം കുറഞ്ഞത് വീട്ടിന് പുറത്തിറങ്ങാതെയൊക്കെ. കാരണം ഹോം ഡെലിവറി ഉണ്ടെന്ന് കാര്യങ്ങൾ, ഇതൊക്കെ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് സ്വിഗ്ഗി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇന്നായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വഷളായി പോയി. അതുകൊണ്ട് ക്വാറന്റൈൻ ഒക്കെ ചില്ലായിരുന്നല്ലേ. ഇത് നമുക്ക് ഇതൊന്നും നമ്മളെ അറിഞ്ഞിട്ടേ ഇല്ല. ബാധിച്ചിട്ടില്ല എന്നെ ഒരു രീതി സത്യമായിട്ട് എന്നെ ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ ഇത് ശീലിച്ച് എന്താ പറയുക, അത്രയും വർഷങ്ങളായിട്ട് ഞാനതിനെ മറ്റേ എന്താ പറയണ്ടേ ശീലിച്ചെടുത്ത എൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കത് ബാധിച്ചിട്ടില്ല. പക്ഷേ ഇത് വന്ന സമയത്ത് ക്വാറന്റൈൻ വന്നപ്പോൾ ഇതൊന്നും കിട്ടാത്തതിൻ്റെ വേദന ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഞാൻ പൊതുവെ ഇതൊക്കെ ഈ സ്വഭാവമൊക്കെ ദുശീലങ്ങളൊക്കെ ഒന്ന് ഒതുക്കി.